സംശയത്തിന്റെ കനലിൽ വെന്തുരുകിയ ഒരു ജീവിതം. അതിർത്തി ഗ്രാമത്തിലെ ഡിസംബറിലെ ഉച്ചനേരം വഴിതെറ്റിയെത്തിയ രാംനാരായൺ ബാഗേലിന്റെ യാത്ര ഒടുവിൽ മരണത്തിലേക്കായിരുന്നു. ഭയവും അവിശ്വാസവും ആളിക്കത്തിയപ്പോൾ പാലക്കാട്ടെ അട്ടപ്പളം ഗ്രാമവഴിയിൽ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞു. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന ദേശീയപാത 544ന്റെ ഓരങ്ങളിൽ ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശം നിറഞ്ഞ പോസ്റ്ററുകൾ. വാളയാറിലും അട്ടപ്പള്ളത്തിലും വന്യമൃഗശല്യവും തെരുവ് നായ്ക്കളുടെ പെരുപ്പവും ജനജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളായി മാറിയിരിക്കുന്നു. അതിർത്തി കടന്നെത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ ഉച്ചഭാഷണിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ദപ്പാങ്കൂത്ത് പാട്ടുകൾക്കിടയിലും ഗ്രാമത്തിന്റെ ഉള്ളിൽ ഭീതിയുടെ നിശബ്ദത തളം കെട്ടി നിൽക്കുന്നു. പാലക്കാട് നഗരത്തിൽ നിന്നും 18 കിലോമീറ്റർ അകലെയുള്ള അട്ടപ്പള്ളത്ത് ബസ് ഇറങ്ങിയാൽ ഈ ആശങ്കയുടെ ആഴം വ്യക്തമായി കാണാം. ഒരുപക്ഷെ ഈ ഭീതിയാണ് രാംനാരായണന്റെ വിധി കുറിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച ഡിസംബർ 17-ന് വിജനമായ ഗ്രാമവഴിയിലൂടെ നടക്കുമ്പോൾ രാംനാരായണന്റെ കയ്യിൽ ഒരു വടിയും കല്ലും ഉണ്ടായിരുന്നു. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തെ നേരിടാനായിരിക്കും കരുതിയതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. മൃഗങ്ങൾ അയാളെ ഉപദ്രവിച്ചിട്ടില്ല. പകരം ആ വടിയും കല്ലും കണ്ട് സംശയം തോന്നിയ മനുഷ്യർ അയാളെ വളഞ്ഞു. സംശയത്തിന്റെ പേരിൽ ആൾക്കൂട്ടം നിയമം കയ്യിലെടുത്തപ്പോൾ നിസ്സഹായനായി നിൽക്കാനേ രാംനാരായണന് സാധിച്ചുള്ളൂ. സംഭവത്തിൽ വിപിൻ, മുരളി, പ്രസാദ്, ആനന്ദൻ, അനു എന്നിവരടക്കമുള്ളവർ പ്രതികളാണെന്ന് പോലീസ് വ്യക്തമാക്കി. തെരുവ് നായ്ക്കളെ ഭയന്ന് കരുതിയ വടി സ്വന്തം മരണത്തിലേക്കുള്ള വഴികാട്ടിയായി മാറിയ ദാരുണമായ കാഴ്ചയ്ക്കാണ് അട്ടപ്പള്ളം സാക്ഷിയായത്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ചർച്ചയാകുന്ന നാട്ടിൽ മനുഷ്യൻ തന്നെ മനുഷ്യന് മൃഗമാകുന്ന ഭയാനകമായ അവസ്ഥയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.